നമസ്കാരം, ഞാൻ മണി ചെറുതുരുത്തി. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കലാമണ്ഡലത്തിലെ ഫേമസ് താരം എന്ന് പറയുന്ന ചുട്ടി കലാകാരനായ കലാമണ്ഡലം രാജേഷാണ്. രാജേഷ് വന്നത് തന്നെ ഈ കരുവാൻ്റെ ആലയിൽ നിന്നാണ്. അതായത് കരുവാൻ്റെ ആലയിൽ നിന്നാണ് കഥകളി രംഗത്തേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നത്. അത് വലിയൊരു കഥയായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ രാജേഷിനോടൊന്ന് ചോദിച്ചു തരാം. രാജേഷ്, നമസ്കാരം. എങ്ങനെയാണ് നിങ്ങൾ ഈ കഥകളി രംഗത്തേക്ക് എത്തിപ്പെട്ടത്? 7ാം ക്ലാസ് പാസ്സായതിനു ശേഷം കലാമണ്ഡലത്തിൽ കഥകളി വേഷത്തിന് ആണ് ചേർന്നത്. ഇൻ്റർവ്യൂവിൽ ചെണ്ടയ്ക്കും തിമിലയ്ക്കൊക്കെയാണ് കൊടുത്തിരുന്നത്. ഇതിനൊന്നും കിട്ടിയില്ല. അങ്ങനെ വേഷത്തിലോട്ടാണ് ഇൻ്റർവ്യൂ നടത്തി പാസ്സായി. അപ്പോൾ ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. ഉഴിച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ അത് അധികമായി. അങ്ങനെ നിർത്തി പോരേണ്ട ഇതായി. പിന്നീട് മാറ്റാമെന്നൊക്കെ പറഞ്ഞാൽ നടന്നില്ല. അങ്ങനെ TC മേടിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് രാമൻ ആശാനെ കാണുന്നത്. ആശാനാണ് അമ്മയുടെ അടുത്ത് പറയുന്നത്. അമ്മ പറഞ്ഞു ഇങ്ങനെ ഇവിടെ നിർത്തി പോവുകയാണ്, ഇവിടേക്ക് തന്നെ പാഞ്ഞാൾക്ക് പോവുകയാണ്, അങ്ങനെ TC മേടിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു നമ്മുടെ നാട്ടുകാരനല്ലേ, ചുട്ടി പഠിക്കാം. അങ്ങനെ ആശാനാണ് ചുട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ശിവരാമാശാനും ബാലാശാൻ, ശിവാസേട്ടൻ ഇവരൊക്കെ കീഴിൽ ചുട്ടി പഠിച്ചു. 3ാമത്തെ വർഷം അരങ്ങേറ്റമുണ്ടായി. അപ്പോൾ ആ കാലത്ത് കളികൾ കുറവ് കാരണം ചുട്ടി കുത്താനുള്ള ചാൻസ് കുറവായിരുന്നു. അങ്ങനെ പിന്നെ +2 കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഞാൻ വിട്ടു. പിന്നെ ജനബേരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അഭിമന്യു. അപ്പോൾ അവിടെ കളികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ വിളിച്ച് ആ കളികൾക്ക് പോയാണ് എല്ലാ ചുട്ടികളും കുത്താറായത്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ അവസ്ഥകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശരിക്കുള്ള തൊഴിൽ പറഞ്ഞെങ്കിൽ ഈ ആലകളിലെ പണിയിലെ കാര്യങ്ങളൊക്കെയാണല്ലോ. ആ പണിയിൽ പോകുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആലയിൽ പണിയെടുക്കാൻ വേണ്ടി വരും, കരുവാൻ ആലയിൽ പണിയെടുക്കാൻ വേണ്ടിയും അങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ജീവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പണ്ട് പാഞ്ഞാൾ സ്കൂള് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനും ഒറ്റയ്ക്കാണ് പണിയെടുത്തായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഈ പണിക്ക് സഹായിക്കാൻ കൂടും. 7ാം ക്ലാസ് വരെ അല്ല, പിന്നെ പഠിക്കുമ്പോൾ മൊത്തം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ഇവിടെ ആദ്യം മോട്ടറൊന്നുമില്ല. നമ്മൾ ഈ ഇത് ബ്ലോറ് തിരിച്ചിട്ടാണ് ഈ കാറ്റൊക്കെ വന്നിരുന്നത്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്ന് എന്നും വന്നാൽ ഇതാണ് പണി. നമുക്കങ്ങനെ ഒഴിവുകളൊന്നുമില്ല, എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയി. അന്ന് ഈ 3 ആളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളൊക്കെ വരുള്ളൂ. അതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ നമുക്ക് പരിപാടിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടും വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ 2006, 2007 എക്സ്റേ വെൽഡിങ് പഠിക്കാൻ പോയി ഒറ്റപ്പാലത്ത് ITC. അവിടുന്ന് അത് പാസ്സായി. ട്രെയിനിങ് 1 മാസം ഇവിടെ പവിഴ റൈസ് മില്ലിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പൂനെയിലേക്ക് പോയി, ടാറ്റ മോട്ടോഴ്സിൽ. അവിടെ ഇങ്ങനെ 7 മാസം ആയപ്പോൾ 7 മാസം വരെ ഇങ്ങനെ വർക്ക് ചെയ്തു. ഈ ബാൽടേക്കർ ഒരു സമരം വന്നു, അവിടെയുള്ളവർക്ക് ജോലി കൊടുക്കണം, ബാക്കിയുള്ളവരെ പിരിച്ചു വിടണം. അപ്പോൾ സ്ഥിരമാവേണ്ട ടൈമായിരുന്നു. അങ്ങനെ അതും നഷ്ടമായി. അവിടെ നിന്ന് തിരിച്ചു പോന്നു. വീണ്ടും ഇവിടെ വടക്കാഞ്ചേരി ഒരു വർക്ക്ഷോപ്പിൽ പോയി. ഒരു മാസം പോയുള്ളൂ. അപ്പോഴേക്കും രവിയേട്ടൻ വിളിച്ചിട്ട് ഒന്ന് ഡൽഹിക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു. അങ്ങോട്ട് പോകേണ്ട പരിപാടി NCC കലാമണ്ഡലം രവികുമാർ ചുട്ടി. വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് ചിക്കൻ ബോക്സ് വന്നു പെട്ടെന്ന്. ജനുവരി 1 മാസത്തെ പരിപാടി ആൾ ഏറ്റു. അങ്ങനെ അതിൽ ഞാൻ പോവാണ് ഡൽഹിക്ക് 1 മാസത്തിന്. അപ്പോൾ ഈ വർക്ക് ഇവിടെ വിട്ടു. എന്നിട്ട് അങ്ങനെ പോയി വന്നു. പിന്നെ നേരെ കലാതരംഗിണിയിലേക്കാണ്. അപ്പോൾ കലാതരംഗിണിയിലാണ് നിങ്ങൾ ജോണേട്ടനുമായിട്ടാണ് കൂടുതൽ, അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. എനിക്ക് ചുട്ടി കുത്താനുള്ള ഒരു അവസരം അവിടെ വന്നുകൊണ്ട് തന്നെ ജോണേട്ടൻ്റെ മുഖത്ത് ചെയ്യാൻ അങ്ങനെയൊന്നും ഒരിക്കലും കിട്ടില്ല. ഒരാളും സമ്മതിക്കില്ല. ജൂനിയറായിട്ടുള്ള ഒരാളുടെ ഇതിലൊന്നും ജോണേട്ടന് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ജോണേട്ടൻ്റെ എല്ലാ പരിപാടിക്കും ഉൾപ്പെടുത്തലും. അപ്പോൾ ഇവിടുന്ന് പരിപാടികളൊന്നും ഇല്ലാതെ താങ്കളിപ്പോൾ വീട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ജോണേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരുടെ മുഖത്തായിരുന്നു ചുട്ടി കുത്തിയത്? അത് വല്ല ഓർമ്മയുണ്ടോ? അന്ന് ജോണേട്ടൻ്റെ മുഖത്ത് തന്നെ ആയിരുന്നു. അത് കോഴിക്കോട് പ്രോഗ്രാമിനായിരുന്നു. അന്ന് ജോണേട്ടൻ്റെ കീചവധം, ജോണേട്ടനും ഞാനും പിന്നെ ബാലസുന്ദരേട്ടൻ, അങ്ങനെ കുറച്ച് പേരിനൊക്കെ ഓർമ്മയുള്ളൂ. അങ്ങനെ പോയി അവിടെ നമുക്ക് ഈ കുറേ കാലം ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് സ്പീഡൊന്നും ഉണ്ടാവില്ല, കുറേ സമയം എടുത്തു. അല്ലെങ്കിൽ ജോണേട്ടൻ അത്ര വേഷക്കാർ വേറെ എല്ലാവരും എന്തെങ്കിലും. ശരിക്ക് ഈ കഥകളിയിൽ നിങ്ങൾ കൊത്തുന്ന ചുട്ടിയിലാണ് ശരിക്കും ആ ഭംഗി വരുന്നത്.
ആ ഭംഗി വരുമ്പോഴാണ് പ്രേക്ഷകർ ആ വേഷം കൂടി ആവുമ്പോഴാണ് ആ ഗാംഭീര്യമായിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഗോപിയാശാൻ അതേമാതിരി അത് ജോണേട്ടനെങ്കിൽ നോക്കുമ്പോൾ ആ ഗാംഭീര്യം കാണുമ്പോൾ ആ വേഷത്തിൽ തന്നെയാണ് ശരിക്കും നിങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളവർ മോശമാക്കി പറയല്ല. എന്നിരുന്നാലും നിങ്ങളെ ഒരു ചുട്ടി കലാകാരന്മാരാണ് അതിന് മെയിൻ പ്രാധാന്യം. കഥകളിയിൽ ഈ 5 വിഭാഗവും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതെ അതെ അതെ. ജോണേട്ടൻ്റെ ഒപ്പമാണോ ഫസ്റ്റിലെ വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു? ആദ്യമായിട്ട് തന്നെ ജോണേട്ടനാണ് 2015 വിദേശത്ത് പോണത്. കൊണ്ടുപോകും. ഈ പാഞ്ഞാൾ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ജർമ്മനി കാണില്ല. ജർമ്മനി അല്ല, ഈ കലയും കൊണ്ട് പോണ ഒരു സ്ഥലങ്ങളും ഞാൻ കാണില്ല. ഈ വർക്കും ഇതൊക്കെ ആയിട്ട് നടക്കുകയുണ്ടാവുള്ളൂ. അങ്ങനെ ആ ജർമ്മനിക്ക് പോണത് ഞങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയി. ആദ്യം അവിടെ റിഹേഴ്സലൊക്കെ നടക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് വിസ അതിലടിച്ചു വരികയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴും ടെൻഷനാണ്. നമ്മുടെ പേര് വന്നില്ലെങ്കിൽ നമുക്ക് അത് ഇതാവില്ലേ. അങ്ങനെ എൻ്റെ പേരും വന്നു. സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പുവേട്ടനും ഞാനും കൂടി ഒരു ഫ്ലൈറ്റിലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേരും ആദ്യം പോകണം. ജോണേട്ടനും ബാക്കി എല്ലാവരും പിന്നീടുള്ള ഫ്ലൈറ്റിലാണ് വന്നത്. അങ്ങനെ ലുഫ്താൻസയിലാണ് ആദ്യമായിട്ട് വിദേശത്തേക്ക് കയറുന്നത്. ഇവിടെ അതിന് മുന്നേ കയറിയിട്ടുണ്ട്, ഡൽഹിക്കൊക്കെ പോയി വന്നിട്ടുണ്ടെന്നല്ലാണ്ട് വിദേശത്ത് പോകണം ലുഫ്താൻസയിൽ മറക്കാനോ പറ്റാത്തൊരു അനുഭവമായിരുന്നു. നമ്മൾ ജോണേട്ടാന്ന് വിളിക്കുമ്പോഴും ആൾ ഗുരുസ്ഥാനിയനാണ്. അതിപ്പോൾ ഇങ്ങനെ എല്ലാവരും വിളിച്ചു, നമ്മൾ ശരിക്കും ആശാൻ തന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷെ ഇതിങ്ങനെ വിളിച്ചു, എല്ലാവരും കൂടി വിളിച്ചു വന്ന് പിന്നെ അങ്ങോട്ട് മാറണില്ല. അതാണ് ഒരു. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ആശാൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ജോണേട്ടനാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെ പറഞ്ഞു തരും, എന്ത് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജോണേട്ടൻ തന്നെയാണ് എൻ്റെ. വേറെ വിദേശ രാജ്യങ്ങളിൽ എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്? അതിനെ പറ്റി ഒന്ന് പറയും. ഇത് ആദ്യത്തെ യാത്ര കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. കാരണം എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് കിട്ടും ഒരു യാത്ര കഴിഞ്ഞില്ലേ. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് വിളിക്കുകയുണ്ടായി. അവിടെയുള്ള ഒരു കൂട്ടുകാരൻ അവിടെ അക്കാദമിയുടെ പ്രോഗ്രാമായിട്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഈ യാത്ര കഴിഞ്ഞതിന് എനിക്ക് ആദ്യം പറയാനുള്ളത് ജോണേട്ടനോടാണ്. ഞാൻ ജോണേട്ടനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു യാത്ര വന്നിട്ടുണ്ട്. ജോണേട്ടൻ പറഞ്ഞു നന്നായി, സന്തോഷം. അങ്ങനെ ഒരു അനുഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റത്തെ കൊല്ലം ഒരു യാത്രയുണ്ടായി. സൗദിയിൽ ആദ്യമായിട്ട് കഥകളി കൊണ്ട് പോകാൻ ആ ട്രൂപ്പിലും പോകാൻ പറ്റി. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളിയില്ലേ ഡൽഹി, അവിടുത്തെ പ്രോഗ്രാമിന് അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ. അവിടുത്തെ ചുട്ടിക്കാർക്കൊന്നും പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ നേരെ എന്നെ വിളിച്ചു, അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് സൗദിയിലേക്ക് പോകാനുള്ള. പിന്നെ അവർക്കും കിട്ടി, അവരും ഉണ്ടായിരുന്നു. ഒരു 15 പേരങ്ങണ്ട പോയിണ്ടാവും. ആദ്യമായിട്ടാണ് സൗദിയിൽ കഥകളി നടക്കുന്നത് 2 ദിവസം. അതേമാതിരി എന്താ പ്രധാനമന്ത്രി മോദിജിയുടെ ആ പരിപാടി എന്തോ പങ്കെടുക്കണ്ടായി എന്തെങ്കിലും പറഞ്ഞു, അങ്ങനെ പറയുന്നത് കേട്ടു. അതാണ് ജോണേട്ടന്റെ ഈ യാത്രയാണത്. അതെ അല്ലേ, മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ. ഭയങ്കര ഫേമസ് ആയില്ല. അതിലും താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ് അത്. അത് ഞാൻ അവിടെ പോയപ്പോൾ വലിയ ഓഡിറ്റോറിയം ആയിരുന്നു. 1500 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള. അദ്ദേഹം ഫുള്ള് ആളുകളായിരുന്നു. അവിടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ചാൻസലർ അവിടുത്തെ ഉണ്ടായിരുന്നു. വലിയൊരു നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ തന്നെ സെക്യൂരിറ്റി പ്രോബ്ലം തന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൽ വേഷത്തിനുണ്ടായിരുന്നു കലാമണ്ഡലം ജോൺ, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം വൈശാഖൻ, കലാമണ്ഡലം എബിൻ ബാബു, കലാമണ്ഡലം ശബരിനാഥ്, റൂബി കെ ജോൺ. ഇത്ര പേര് വേഷത്തിനുണ്ടായിരുന്നു. പിന്നെ ചുട്ടിക്ക് നമ്മൾ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സെക്യൂരിറ്റി പ്രോബ്ലം. അത്രയും വലിയ സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ആയിട്ടാണ് അവിടെ വന്നത്. ഈ റൂബി കെ ജോൺ എന്ന് പറഞ്ഞ ജോണേട്ടൻ്റെ മോളാണോ? അവരെന്താണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? വേഷം ഉണ്ടായിരുന്നു. വേഷം എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണന്റെ വേഷമാണ്. കൃഷ്ണൻ. അപ്പൊ ഇത് എത്ര മണിക്കൂർ പ്രോഗ്രാം ആയിരുന്നു ടോട്ടല്? എത്ര ദിവസം ഉണ്ടായിരുന്നു പ്രോഗ്രാം? ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റത്തെ ദിവസം ഒരു പ്രോഗ്രാം വേറെ ഉണ്ടായിരുന്നു, വേറെ സ്ഥലത്ത്. മേക്ക് ഇന്ത്യയുടെ ഈ ഷോ അവിടേക്ക് വരുമ്പോൾ ഈ ചുട്ടി തന്നെ വേറെ വല്ല കഥകളി അഭ്യസിപ്പിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കലാമണ്ഡലത്തിൽ ചേർന്നുണ്ടായിരുന്നു. അതങ്ങനെ നിർത്തി. പിന്നെ നന്ദകുമാറാശാന്റെ അടുത്ത്, കോട്ടയ്ക്ക് നന്ദകുമാറാശാന്റെ അടുത്ത് കുറച്ച് കല ഉണ്ടായി. കഥകളി പഠിക്കണ്ടായി. ഈ താങ്കളിപ്പോൾ പ്രശസ്തരായ ആരെല്ലാം മുഖത്താണ് ഇപ്പോൾ ഈ ചുട്ടി കുത്തിയിരിക്കുന്നത്? പത്മഭൂഷൺ മടവൂർ വാസുദേവ ആശാന്റെ മുഖത്ത് ചുട്ടി കുത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഇവിടെ ഗോപി ആശാന്റെ സ്ത്രീവേഷം പറഞ്ഞിട്ട്, സ്ത്രീവേഷം കിട്ടുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഗോപിയാശാൻ്റെ കുന്തി. അന്ന് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് ചുട്ടിക്ക് രവിയേട്ടനാണ്, ഒരാളും കൂടി വേണം, കർണശബ്ദമാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഞാനാണ്. അങ്ങനെ ഞാൻ രവിയേട്ടനും ചുട്ടി ഗുരുവായൂർ പോവാണ്. അവിടെ അപ്പോൾ ഗോപിയാശാന് കുന്തി
കിട്ടാൻ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. മടവൂരാശൻ അങ്ങനെ അസുഖമൊക്കെ ആയിരുന്നു മാറിയിട്ട് വരികയാണ് വേഷം കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് ആശാൻ ഇങ്ങനെ അണിയറയിലേക്ക് വന്നു. ഇപ്പോൾ രവിയേട്ടൻ ഈ കത്തി ചുട്ടി കുത്താൻ വേണ്ടിയിട്ട് നിന്നു ദുര്യോധനെ. അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ. എനിക്കാകെ ദുശാസൻ്റെ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മടവൂരാശൻ തേച്ച് കഴിഞ്ഞു, കത്തി കഴിഞ്ഞില്ല. ആശാൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഈ ചുട്ടിക്കാരനല്ലടേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, എൻ്റെ മുഖത്ത് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ആശാൻ നമുക്ക് ഒരു ആശാനല്ലേ, എങ്ങനെ ഞാൻ ചെയ്യാം? ആശാൻ നീ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ആശാൻ എൻ്റെ മുമ്പിൽ ചുട്ടിക്കായിരുന്നു. അങ്ങനെ നമുക്ക് അപ്പോൾ കൈ ഒരു പരിഭ്രമമല്ലേ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആശാൻ ഞാൻ ഇവിടെ ഒക്കെ അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ പറഞ്ഞു എത്രയൊക്കെ മതി, അടുത്ത് വന്നിട്ട് ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, നന്നായിട്ടുണ്ട്, ഇത് മതി പറഞ്ഞു. തേച്ചു കഴിഞ്ഞ് ചുട്ടി കഴിഞ്ഞ് തേച്ചു. ആശാൻ അത് കഴിഞ്ഞിട്ട് നന്നായി പറഞ്ഞു. അങ്ങനെ ആശാൻ്റെ വേഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഗോപി ആശാനെ അയക്കാനൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആശാനും ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ആശാനെ അയച്ചു കൊടുക്കാനൊക്കെ നിന്നു. ആശാൻ ചുട്ടി നന്നായി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആശ ഒരുമിച്ച് പോയിട്ട് ആശാൻ്റെ റൂമിലാണല്ലോ ഫുഡ് കൊടുന്നു കൊടുക്കുക. അവിടെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഫുഡ് കഴിച്ച് തന്ന് ആശ ഒരുമിച്ച് ഇരുത്തിയിട്ട് എനിക്കിവിടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ. അത്രയും വലിയൊരാളെ ചുട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത. അത് ആശാൻ ഓർമ്മിച്ച് ഡൽഹിയിൽ വന്നപ്പോൾ ആശ അത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു 5 കൊല്ലമൊക്കെ ഉണ്ട് അതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വന്നപ്പോൾ ആശ എന്നെ കണ്ടപ്പോൾ ഓർമ്മയുണ്ടോ വെച്ചു. അങ്ങനെ എന്നിട്ട് പറയണ്ടായി. അത് അതുപോലെ കലാമണ്ഡലത്തിൽ അതിന് പിറ്റേ ദിവസം ക്ലാസ്സിന് എന്താ പോയപ്പോൾ പറയണ്ടായി ഇവിടുന്ന് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതന്നെ വലിയൊരു അംഗീകാരമാണ്. ലോകം അറിയപ്പെടുന്ന ഒരു ആള് ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വലിയൊരു അംഗീകാരമായിട്ടുണ്ട്. പിന്നെ ആശാനെ ഒപ്പം കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഒരു വലിയ സംഭവം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. വല്ല അവാർഡുകളോ അങ്ങനെ വല്ല ഫംഗ്ഷൻ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ പറ്റി ഉണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടായി 2 വർഷം ഉപരിപഠനത്തിനുള്ള. അത് ശിവരാമാശാൻ്റെ കീഴിലാണ് അത് ചെയ്തത്. പിന്നെ ഒരു പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു, മഹാഭരണം എന്ന് പറഞ്ഞിട്ട് കഥകളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ 2 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? നിങ്ങൾ ആ രൂപം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയുള്ള ഒരു ഇതാണെന്നല്ലേ. ഇപ്പൊ ഇതില് ഈ ഇതൊക്കെ സംഭവമാണല്ലോ, ഇതൊക്കെ കറക്റ്റ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതിലിപ്പോൾ അതിങ്ങനെ ചുട്ടി ഇങ്ങനെ കുത്തി വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ വരാൻ പോകണം? എന്താണ്ടോ ഇതൊക്കെ ആൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇത് ശരിക്കും നമ്മൾ അരി കൊണ്ടല്ല ചെയ്യുക. നമ്മൾ ഇങ്ങനെ മുളയിലൊന്നും അരികളൊന്നും വെച്ചിട്ട് ചെയ്താൽ ശരിയാവില്ല. അത് ചിരടൊക്കെ വെച്ച് നമ്മൾ അരിയുടെ രൂപമാക്കി മാറ്റിയതാണ്. ചിരടുകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. കഥകളി അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസിൻ്റെ തൊഴിൽപരമായിട്ടുള്ള? ഇപ്പോൾ അമ്പലങ്ങളിൽ പോയിട്ട് എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെ അമ്പലങ്ങളിലാണ് ഇപ്പോൾ ഈ ഇത് തകിട് വിരിച്ചിരിക്കുന്നത്? ശ്രീകൃഷ്ണപുരത്ത് അവിടെ 2 അമ്പലത്തിൽ സോപാനം ഉണ്ടാക്കിയുണ്ടായി, ഈ പിച്ചളയും ഉണ്ട്. പിന്നെ ഈ ഗോളക ഗണപതിര അങ്ങനെ അതുണ്ടാക്കി. പിന്നെ ഈ പഴയന്നൂർ അമ്പലത്തിൽ ചെമ്പുതകട് കഴിഞ്ഞു. അങ്ങനെ അങ്ങാടിപ്പുറത്തുണ്ടായി ഇങ്ങനെ ചെമ്പ് തകിടിൻ്റെ വർക്ക്. അവിടുത്തെ എല്ലാ തൂണിൻ്റെ എല്ലാ വർക്കുകളും പിച്ചളയും ചെമ്പൊക്കെ ഇട്ട് എല്ലാ വർക്കുകളും ചെയ്തതാണ്. മാസങ്ങളോളം അവിടെ നിന്ന് പോയി വരും. ഇവിടെ എടുത്താവുക കാരണം പോയി വരണം, അല്ലാത്ത അവിടെ പോയി നിൽക്കണം. ഇപ്പൊ എങ്ങനെ കുടുംബവും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? ആരൊക്കെയാണ് ഉള്ളത് വീട്ടില്? എങ്ങനെയൊക്കെയാണ്? അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടൻ്റെ ഭാര്യ, 2 കുട്ടികൾ, അനിയൻ ഉണ്ട്, വൈഫും 2 കുട്ടികളും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. എവിടെ വൈഫ് വീട്? എവിടെ? വൈഫിൻ്റെ വീട് ഇളനാട്. അതാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ഞാനും നേർന്നുകൊള്ളുന്നു. ഇനിയും പൂർവാധികം ഉയരങ്ങളിലേക്ക് കീഴടക്കട്ടെ, പുതിയ പുതിയ രാജ്യങ്ങളിൽ എത്തട്ടെ, അതേമാതിരി പുതിയ പുതിയ പരിപാടികൾ ഉണ്ടാവട്ടെ. ഈ കോവിഡ് എന്ന മഹാമാരി മാറിക്കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല കലാരൂപത്തിൽ രംഗങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.